കോഴിക്കോട്ടേക്കാണ്. കോർപ്പറേഷനിൽ തർക്കം ഉള്ള വാർഡുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇന്ന് പ്രഖ്യാപനമുണ്ടായേക്കും. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് DCC സെക്രട്ടറി രാജിവെച്ചപ്പോൾ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഇടത് സ്ഥാനാർത്ഥിയായി. സിറ്റിംഗ് കൗൺസിലർ ആം ആദ്മി സ്ഥാനാർത്ഥിയായും മത്സരിക്കുന്നുണ്ട്. BJPയുടെ രണ്ടാം ഘട്ട പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. LDF 3 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഇതിപ്പോൾ ആരൊക്കെ എവിടെയൊക്കെയാണെന്ന് അറിയണമെങ്കിൽ, ഓർത്തു വെക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിലേക്കാണ്. മുമ്പൊക്കെ പ്രതിഷേധിച്ച് മാറി നിൽക്കുകയാണ് പതിവെങ്കിൽ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ പ്രതിഷേധം ഉടൻ തന്നെ അപ്പുറത്തെ പാർട്ടിയിൽ പോയി സ്ഥാനാർത്ഥിയാവുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന് തോന്നുന്നു. തീർച്ചയായും ശ്രീജ, അങ്ങനെ തന്നെ പറയാം. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ വിൽഫ്രഡ് എന്ന നടക്കാവ് ഡിവിഷനിലെ RJD സ്ഥാനാർത്ഥിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം 45 വർഷമായി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. പക്ഷേ ഒറ്റ രാത്രി കൊണ്ടാണ് LDFന്റെ സ്ഥാനാർത്ഥിയായി മാറുന്നത്. അദ്ദേഹത്തോട് എന്തെങ്കിലും ആശയമോ നയമോ ആണോ മാറുന്നതെന്ന് ചോദിച്ചപ്പോൾ അതൊന്നുമല്ല, എനിക്ക് ജനങ്ങളെ സേവിക്കണം, അതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, ആ ഒറ്റ കാര്യമുണ്ട്. അതിന് RJD എന്നെ സമീപിച്ചു, ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്ന മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചത്. അത്തരത്തിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ നടക്കാവ് ഡിവിഷനിൽ തന്നെ നേരത്തെയുള്ള കൗൺസിലറായ അൽഫോൺസ അവർ വളരെ പെട്ടെന്ന് തന്നെയാണ് നാടകീയമായി രാജിവെക്കുകയും പിന്നീട് ആം ആദ്മിയുടെ സ്ഥാനാർത്ഥിയും മത്സരിക്കുകയും ചെയ്യുന്ന സാഹചര്യം. ഇന്നലെ NV ബാബുരാജ് DCC സെക്രട്ടറി പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നു. BJP ഒക്കെ വലിയ തോതിൽ പുകഴ്ത്തി രംഗത്തെത്തുന്നു. തൊട്ടു പിന്നാലെ അദ്ദേഹത്തെ പുറത്താക്കുമെന്ന DCC പ്രസിഡന്റ് പ്രസ്താവന വരുന്നു. ചാലപ്പുറം ഡിവിഷൻ CMPക്ക് കൈമാറാൻ തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ച് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം രാജിവെക്കുന്നു. അവർ പുതിയ സ്ഥാനാർത്ഥിയെ നിർത്തും. ഒരുപക്ഷെ അന്ന് കലാപക്കൊടി ഉയർത്തിയ മണ്ഡലം പ്രസിഡന്റായ അയൂബ് തന്നെയാവും അവിടുത്തെ സ്ഥാനാർത്ഥി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ പരക്കെ പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനൊരു അന്തിമ പട്ടിക ഇപ്പോഴും പ്രസിദ്ധീകരിക്കാൻ കഴിയുന്നില്ല. അവരുടെ സഭയിൽ നഗരസഭയിലെ കക്ഷി നേതാവായ ശോഭിതയ്ക്ക് പോലും സീറ്റ് എവിടെ നൽകുമെന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം. 5-6 സീറ്റുകൾ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. അത് സിറ്റിംഗ് സീറ്റുകളാണ്. കൂടുതൽ ആവശ്യക്കാർ മുന്നോട്ട് വരുന്ന സീറ്റുകളാണ്. ഒപ്പം ഈ സീറ്റുകളുമായി ബന്ധപ്പെട്ട ധാരണയിലേക്ക് എത്തുമ്പോൾ പല നേതാക്കളും തങ്ങളുടെ അഭിപ്രായ വ്യത്യാസം മറന്നേക്ക് പുറത്ത് പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ കോൺഗ്രസ് ഒരു പ്രതിസന്ധി തന്നെ നിൽക്കുന്നു. പക്ഷേ നമുക്കറിയാം, മുൻകാലങ്ങളിലെ അപേക്ഷയൊക്കെ നോക്കിയാൽ അത്രയധികം വിമതരും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളുമൊക്കെ ഇല്ല. പക്ഷേ എന്നാലും മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയാണ് കൂടുതൽ പ്രതിസന്ധി ഉള്ളത്. LDF ഇന്നലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 3 ഇടങ്ങളിൽ കല്ലായിലും മുഖദാവിലും ഒപ്പം മറ്റൊരു സീറ്റ്, ഈ 3 ഇടങ്ങൾ മാത്രമാണ് ഒഴിച്ചിട്ടിരിക്കുന്നത്. അത് INL RJD കക്ഷികൾക്ക് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള ഒരു കാലതാമസം മൂലമാണ്. മറ്റ് CPM സ്ഥാനാർത്ഥികൾ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ഡെപ്യൂട്ടി മേയറായ മുസാഫിർ അഹമ്മദാവും ഇടത് ക്യാമ്പിന് തെരഞ്ഞെടുപ്പിൽ നയിക്കുക. ഒപ്പം മുൻ മേയറായ TP ദാസന്റെ മകൾ മിലി അടക്കമുള്ള ആളുകൾ, ഒപ്പം റവന്യൂ വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടി കളക്ടറായി വിരമിച്ച ഈ അനിതാകുമാരിയൊക്കെ അടക്കം അവരുടെ സ്ഥാനാർത്ഥി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇടത് ക്യാമ്പും ആവേശത്തിലാണ്. ഒപ്പം BJPയും അവരുടെ പ്രധാനപ്പെട്ട ചില സ്ഥാനാർത്ഥികളെയൊക്കെ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ അടുത്ത റൗണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു ഊഴമാണ്. നവ്യ ഹരിദാസ് അടക്കമുള്ള ആളുകൾ അവരെ നയിച്ച് മത്സരരംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇതിനകം തന്നെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ കോർപ്പറേഷൻ പ്രചാരണവുമായി അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. കൂടുതൽ പൊട്ടിത്തെറികൾ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഉണ്ടാവാം. അത് എല്ലാ മുന്നണികളെയും ബാധകമാവും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇപ്പം CPM-ലായാലും RJD-യിലായാലും ഒക്കെ സീറ്റ് കിട്ടാത്ത ആളുകളുണ്ട്. അവരുടെ പ്രതിഷേധം വരും ദിനങ്ങളിലൊക്കെ പുറത്തേക്ക് വരും. കോൺഗ്രസിൽ കൂടുതൽ പ്രതിഷേധ ശബ്ദങ്ങൾ വരും. ഒരുപക്ഷെ BJPയുടെയും ഈ അടുത്ത ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിയുമ്പോഴായിരിക്കും ഈ സീറ്റ് ലഭിക്കാത്തവരും നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ അസംതൃപ്തിയുള്ളവരും ഒക്കെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ മത്സര ചിത്രം ഏതാണ്ട് വ്യക്തമാകും എന്ന് നമുക്ക് പറയാം. ശ്രീജ. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കൂറുമാറ്റവും പാർട്ടി മാറ്റവും ഒക്കെ നിരന്തരമായി തുടരുകയാണ്. പ്രതിഷേധിക്കുന്നവർ അപ്പോൾ പാർട്ടി വിട്ട് അപ്പുറത്തേക്ക് പോകുന്നതാണ് സ്ഥിതി. പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിൽ ഒരു കൃത്യമായൊരു ലിസ്റ്റ് പ്രഖ്യാപിക്കാനാകും. ഇന്നത്തെ ദിവസത്തോടെ ഒരു ലിസ്റ്റ് പ്രഖ്യാപിക്കാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത്.